കർത്താവിന് മഹത്വം. അവിടുത്തെ പാദപീഠത്തിങ്കൽ ഇരുന്നു കൊണ്ട് കർത്താവിന്റെ നാമം മഹത്വപ്പെടുത്തുവാൻ അടിയങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകുന്ന കൃപയ്ക്കായി സ്തോത്രം. ലോകം അതിന്റെ മ്ലേച്ഛതയിലേക്കും ഭീകരതയിലേക്കും കടന്നു പോകുമ്പോൾ അവിടുത്തെ മക്കളും പ്രിയമക്കളുമാകുന്ന അടിയങ്ങൾക്ക് ഒരു പകൽ കൂടി വിശുദ്ധ സഭയായിരിക്കാൻ കൃപ നൽകിയ കൃപയ്ക്കായി സ്തോത്രം. നമുക്ക് ദൈവവചനത്തിലേക്ക് പ്രവേശിക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അതിന്റെ 9-ാം അധ്യായം 16-ഉം 17-ഉം വാക്യങ്ങൾ ഇന്നത്തെ ചിന്തയ്ക്കായി നമുക്ക് എടുത്തുപയോഗിക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം അതിന്റെ 16-ഉം 17-ഉം വാക്യങ്ങൾ. കോടിത്തുണി കണ്ടം ആരും പഴയ വസ്ത്രത്തിൽ ചേർത്ത് തുന്നുമാറില്ല. തുന്നിച്ചേർത്താൽ അതുകൊണ്ട് വസ്ത്രം കീറും, ചീന്തലേറ്റവും വല്ലാതെയായി തീരും. പുതുവീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരുമാറില്ല. പകർന്നാൽ തുരുത്തി പൊളിഞ്ഞ് വീഞ്ഞ് ഒഴുകിപ്പോകും, തുരുത്തിയും നശിച്ചു പോകും. പുതുവീഞ്ഞ് പുതിയ തുരുത്തിയിലെ പകർന്നു വയ്ക്കുകയുള്ളൂ. അങ്ങനെ രണ്ടും ഭദ്രമായിരിക്കും. ദൈവത്തിന്റെ മഹത്വം. വചനം ഇങ്ങനെ വായിക്കുന്നു: കോടിത്തുണിക്കണ്ടം ആരും പഴയ വസ്ത്രത്തിൽ ചേർത്ത് തുന്നാറില്ല. തുന്നിച്ചേർത്താൽ അതുകൊണ്ട് വസ്ത്രം കീറും, ചീന്തൽ ഏറ്റവും വല്ലാതെയായി തീരും. പുതുവീഞ്ഞ് പഴയ തുരുത്തിയിൽ പകരാറുമില്ല. പകർന്നാൽ തുരുത്തി പൊളിഞ്ഞ് വീഞ്ഞ് ഒഴുകിപ്പോകും, തുരുത്തിയും നശിച്ചു പോകും. പുതുവീഞ്ഞ് പുതിയ തുരുത്തിയിലെ പകർന്നു വയ്ക്കുകയുള്ളൂ. അങ്ങനെ രണ്ടും ഭദ്രമായിരിക്കും. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗത്തിലെ ഞങ്ങളുടെ നല്ല കർത്താവേ, അവിടുന്ന് പരിശുദ്ധാത്മാവിൽ എഴുതി തന്ന ഈ വചനത്തിനായി സ്തോത്രം. വിശുദ്ധ സഭയായ അടിയങ്ങൾക്ക് കർത്താവേ, അവിടുത്തെ നാമത്തിൽ ചേർന്ന് വരുവാൻ ഒരു വിശുദ്ധ പകൽ കൂടി തന്ന കൃപയ്ക്കായി സ്തോത്രം. വചനത്താൽ അടിയങ്ങളെ നിറയ്ക്കണം. വചനത്തിന്റെ ആത്മാവിനാൽ അടിയങ്ങളെ പുഷ്ടിപ്പെടുത്തണം. കർത്താവേ, പഴയ തുരുത്തിയും പഴയ വസ്ത്രവും ഉപേക്ഷിപ്പാൻ ഈ പകൽ അടിയങ്ങളോട് സംസാരിക്കണം. കർത്താവിന്റെ നാമം മഹത്വം എടുക്കണം. യേശു ക്രിസ്തുവിന്റെ പൊന്നു നാമത്തിൽ തന്നെ. അത് മർക്കോസ് എഴുതിയ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ, മർക്കോസ് 2:22 നോക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നു: പഴയ വസ്ത്രത്തിൽ കോടിത്തുണിക്കണ്ണം ആരും ചേർത്ത് തുന്നാറില്ല. തുന്നിയാൽ ചേർത്ത പുതുക്കണ്ണം പഴയതിൽ നിന്നും വലിഞ്ഞിട്ട് ചീന്തൽ ഏറ്റവും വല്ലാതെയാകും. ആരും പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ പകർന്ന് വയ്ക്കാറില്ല. വെച്ചാൽ പുതുവീഞ്ഞ് തുരുത്തിയെ പൊളിക്കും, വീഞ്ഞൊഴുകിപ്പോകും, തുരുത്തി നശിച്ചു പോകും. പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിലത്രേ പകർന്നു വയ്ക്കേണ്ടത്. ഒരു വ്യവസ്ഥയാണത്. വിശുദ്ധ മക്കൾക്ക് തന്നിരിക്കുന്ന ഒരു വ്യവസ്ഥയാണ്. പഴയ തുണിക്കണ്ടം ആരും പുതിയ വസ്ത്രത്തിൽ ചേർക്കാറില്ല. ചേർത്താൽ എന്ത് സംഭവിക്കും? അത് വലിഞ്ഞ് ചീന്തൽ ഏറ്റവും വലിയതായി തീരും. ചീന്തൽ ഏറ്റവും വലിയതായി തീരും. ഓൾറെഡി ഒരു ചീന്തൽ ഉണ്ട്, അത് ഏറ്റവും വലിയതായി തീരും. എന്തുകൊണ്ട്? പുതിയ വസ്ത്രമാണ് പഴയ വസ്ത്രത്തോട് ചേർന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിൽ വെക്കേണ്ടതിന് പകരം പഴയ തുരുത്തിയിൽ പകരുന്നു. പകർന്നാൽ അത് തുരുത്തിയെ പൊളിക്കും, വീഞ്ഞ് ഒഴുകിപ്പോകും. പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിൽ വച്ചാൽ രണ്ടും ഭദ്രമായിരിക്കും. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പഴയതെല്ലാം മാറ്റിയിട്ട് പുതിയ കോടിത്തുണിക്കണ്ടത്തിൽ പുതിയത് തന്നെ ആയിരിക്കണം. പഴയ തുരുത്തി അങ്ങോട്ട് കളഞ്ഞിട്ട്
ആ പഴയ പഴത്തുണി കളഞ്ഞിട്ട് എന്നിലും നിന്നിലുമുള്ള പഴയ തുണി കണ്ട പുതിയതോട് ചേർക്കുന്ന സ്വഭാവം അത് വിട്ടിട്ട് പുതിയ തുണി, പുതിയ കണ്ടെത്തൽ മാത്രം, പുതിയ വീഞ്ഞ്, പുതിയ തുരുത്തിയൻ മാത്രം. അല്ലെങ്കിൽ എന്തുണ്ടാവും? ആ തുരുത്തി പൊളിയും, വീഞ്ഞൊഴുകിപ്പോകും. ഏറ്റവും ശ്രേഷ്ഠകരമായ പാനീയമാണ് വീഞ്ഞ്. യഹൂദന് വീഞ്ഞില്ലാത്ത ഒരു ആചാരവുമില്ല. ആ വീഞ്ഞ് വെക്കേണ്ടത് കർത്താവായ യേശു ക്രിസ്തു പറയുന്നു പുതിയ തുരുത്തിയിൽ. എങ്കിലത് രണ്ടും ഭദ്രമായിരിക്കും. ഇത് രണ്ടും ഭദ്രമാകത്തില്ല. കാരണം 2 കൊരിന്ത്യർ 5:17 നമുക്കൊന്ന് വേഗം കടന്നു പോകാം. 2 കൊരിന്ത്യർ 5:17. കൊരിന്ത്യ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം അതിന്റെ 5-ാം അധ്യായം 17-ാം വാക്യത്തിലേക്ക് നമ്മൾക്ക് കടന്നു പോകുമ്പോൾ, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഒരുത്തൻ ക്രിസ്തുവിലായാൽ, therefore if anyone is in Christ, he is a new creature. In the old things passed away. Old things passed away. പഴയതെല്ലാം കഴിഞ്ഞു പോയി. പാസ്റ്റ് അവേ എന്ന് പറഞ്ഞാൽ ചത്തുപോയി, നീക്കം ചെയ്തു, നീങ്ങിപ്പോയി, മൺമറഞ്ഞു പോയി എന്ന് പറഞ്ഞിരിക്കുന്നു. ഓൾഡ് തിങ്സ് പാസ്റ്റ് അവേ. അങ്ങനെയാണ് ഒരു വിശുദ്ധൻ ജീവിക്കേണ്ടത്. അങ്ങനെ ജീവിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവിങ്കൽ നാം കൂടെ പോകാം. പഴയതും പഴയ തുണിക്കണ്ടവും പഴയ തുണിയും പഴയ തുരുത്തിയുമായിട്ടിരുന്നാൽ, പാസ്റ്റവേ അല്ലാതിരുന്നാൽ അവനെ ചേർക്കുകയില്ല. കാരണം വിശുദ്ധി ലഭിക്കുകയില്ല. കർത്താവ് എന്ത് പറഞ്ഞിരിക്കുന്നു? ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ കാണുവാൻ സാധിക്കുകയില്ല. ഈ പഴയതും കൊണ്ടിരുന്നാൽ ഒന്നും മുൻപോട്ട് പോകുവാൻ സാധിക്കുകയില്ല. വിശുദ്ധി സാക്ഷ്യമുള്ളവരായിരിക്കണം. പെന്തക്കോസ്തുക്കാർ സാക്ഷ്യമുള്ളവരായിരിക്കണം. ഇന്ന് സാക്ഷ്യം നഷ്ടപ്പെട്ട ഒരു ലോകത്തിലാണ്, ആത്മീക ലോകത്തിലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. പറയട്ടെ, ഞങ്ങളുടെ അടുത്ത്, ഞങ്ങൾ താമസിക്കുന്ന ദേശത്ത് ഞങ്ങൾക്ക് പെന്തക്കോസ്തുകാരെന്ന് പറയാൻ പറ്റത്തില്ലായിരുന്നു. കാരണം അവിടെ ഒരു പെൺകുട്ടിയെ, അതും ഒരു ദൈവദാസന്റെ മകളെ, മറ്റൊരു കുടുംബത്തിലെ ചെറുക്കൻ സ്നേഹിച്ച് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞതെന്താ? നാട്ടുകാർ പറയുന്നത് അടിച്ചുകൊണ്ടുവന്നിരിക്കുന്നു എന്ന്. ഓ, പെന്തക്കോസ്തുകാരാന്ന് പറയും, അടിച്ചുകൊണ്ടുവന്നിരിക്കുന്നു. നമുക്ക് മാതൃകയുണ്ടോ? ആരോടും നമുക്ക് പറയാൻ പറ്റും, ശരിയാണ്. ആ കൊച്ചിനെ ഞങ്ങൾ കാണാൻ ഇടയായിട്ടുണ്ട്. അല്പസ്വല്പമൊക്കെ കവികൾക്ക് വർണ്ണിക്കാൻ പോലെയുള്ള ചാമ്പഞ്ഞ മൂക്കും പേരയ്ക്ക കവിളും ഒക്കെയുള്ള ഒരു പെൺകൊച്ചാണ്. പക്ഷേ കൊണ്ടുവന്നിരിക്കുന്നത് കഞ്ഞിക്കഷ്ടിക്ക് വകയില്ലാത്ത വേറൊരു ദൈവ കുടുംബത്തിലേക്കാണ് വന്നിരിക്കുന്നത്. അത് മാന്യമായിട്ട് ഒരു ദൈവദാസൻ കൈപിടിച്ച് കൊണ്ടുവന്നിരുന്നെങ്കിൽ ബെറ്റർ ആയിരുന്നു. പകരം രായ്ക്ക് രാമായണം അടിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. ഇന്ന് നടക്കുന്ന ധാരാളം സംഭവങ്ങളല്ലേ. അതൊരു ദൈവദാസന്റെ, ഒരു സെൻട്രൽ പാസ്റ്ററുടെ മകളെ എങ്ങനെയാണ് പിന്നെ ജീവിക്കുന്നത്? പിന്നെ എങ്ങനെയാണ് അവിടെ നമ്മൾ പെന്തക്കോസ്തുകാരെന്ന് പറയുന്നത്? സാക്ഷ്യം നഷ്ടപ്പെട്ടു പോയവർ, സാക്ഷ്യം നഷ്ടപ്പെട്ടു പോയവർ. ജഡസുഖമാണെന്നുള്ളത് മുഴുവൻ ജഡത്തിൽ സുമുഖം കാണിക്കുന്നു. ഗലാത്യർ 6:12 നോക്കിയാൽ അവിടെ ഒരു വചനം കാണാം. ജഡത്തിൽ സുഖം കാണിക്കാൻ ഇച്ഛിക്കുന്നവരൊക്കെയും ക്രിസ്തുവിന്റെ ക്രൂശ് നിമിത്തം ഉപദ്രവം സഹിക്കാതിരിക്കേണ്ടതിന് മാത്രം നിങ്ങളെ പരിച്ഛേദന ഏൽപ്പാൻ നിർബന്ധിക്കുന്നു. ജഡത്തിൽ സുമുഖം കാണിപ്പാൻ
ഇച്ഛിക്കുന്നവരൊക്കെയും. ഉൽപ്പത്തി എന്താണ് ഈ ജഡത്തിന്റെ സുഖം? 3:6 നോക്കിയാൽ, ഉൽപ്പത്തി പുസ്തകം 3:6 നോക്കുമ്പോൾ അവിടെ ഒരു ജഡസുഖം കാണുന്നുണ്ട്. ഒരു ജഡത്തിന്റെ പ്രവൃത്തി അവിടെ കാണുന്നുണ്ട്. എന്താണ്? ആ വൃക്ഷങ്ങളുടെ ഫലം തിന്നുവാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിക്കുവാൻ കാമ്യവും എന്നു സ്ത്രീ കണ്ടു, ഫലം പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. എന്താണ്? കാണുവാൻ നല്ലത്, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യം. മനസ്സിലാക്കണം. ഇങ്ങനെയുള്ളത് കണ്ടിട്ട് അതിന്റെ പുറകെ പോകുന്നതാണ് ജഡത്തിന്റെ സുഖം. കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം. കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം. ഇന്ന് ജാതികളെ പോലെ തന്നെ വിശുദ്ധ ജനവും ആയിരിക്കുകയാണ്. യാതൊരു മാറ്റവുമില്ല. ഞാൻ എൻ്റെ ഒരു സാക്ഷ്യം പറയട്ടെ. ഞാൻ എൻ്റെ പഴയ ഓഫീസിലേക്കും സഹപ്രവർത്തകരുടെ അടുത്തേക്കും പല കാര്യങ്ങൾക്കായിട്ട് ചെല്ലുമ്പോൾ അവർ ചോദിക്കാറുണ്ട്, മാഡം എങ്ങനെയാണ് ഇങ്ങനെ മാറാൻ സാധിക്കുന്നത്? എങ്ങനെയാണ് ഇങ്ങനെ മാറാൻ സാധിക്കുന്നത്? അതായത് ഞാൻ ഓഫീസിലായിരുന്നപ്പോൾ, ജോലിയിലായിരുന്നപ്പോൾ, ഞാനൊരു ജോസ്കോ ആയിരുന്നു. അന്ന് ഞാൻ രക്ഷിക്കപ്പെട്ടിട്ടില്ലായിരുന്നു. ഞാനൊരു ജോസ്കോ ജുവലറി തന്നെയായിരുന്നു. തീർന്നിട്ടില്ല, ഒരു കല്യാൺ സിൽക്സ് ആയിരുന്നു. കാതിലും കഴുത്തിലും സകല വിധത്തിലും ആഭരണങ്ങൾ ധരിച്ച്, സിൽക്ക് സാരി അണിഞ്ഞ്, പൊട്ടും കുത്തി കണ്ണുമെഴുതി ഓഫീസിലേക്ക് ചെന്നിരുന്ന ഞാൻ ഇന്നതെല്ലാം വലിച്ചെറിഞ്ഞിട്ട് ക്രിസ്തുവിനായി. അവരോടൊക്കെ ഞാൻ പറയും, അതെന്റെ പഴയ സൃഷ്ടി, ഇത് ഞാൻ പുതിയ സൃഷ്ടി. വചനം എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി. ഒരുവൻ ക്രിസ്തുവിലായാൽ, ക്രിസ്തുവിലാകണം. ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി. ആ പഴയ തുരുത്തിയും ആ പഴന്തുണിയും വലിച്ചെറിഞ്ഞിട്ട് പുതിയ സൃഷ്ടിയായി പോയാൽ അവിടെ ചോദിക്കും ജനങ്ങളുടെ മധ്യത്തിൽ ചോദിക്കും, എങ്ങനെയാണ് മാഡം ഇങ്ങനെയാകാൻ പറ്റുന്നത്? എന്താ ചംസാദ ഇങ്ങനെയാകാൻ പറ്റുന്നത്? എങ്ങനെയാണ് ഇങ്ങനെയാകുന്നത്? ഞാൻ പറഞ്ഞത് എന്റെ പഴയ സൃഷ്ടി, ഇതെന്റെ പുതിയ സൃഷ്ടി. അവർക്ക് ബഹുമാനമാണ്. അവർ അധികം സംസാരിക്കാൻ കൂട്ടാക്കാറില്ല. പണ്ടത്തെ ആ ബഹുമാനത്തിൽ അപ്പുറമായ ഒരു ബഹുമാനത്തിലാണ് അവർ നിൽക്കുന്നത്. അവർ ചോദിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. അവർ പറയാറുണ്ട്, നിങ്ങളൊരു ഭയങ്കരമായിട്ട് നിങ്ങൾ പെന്തക്കോസ്തുകാർ എന്ന് പറയുന്ന നിങ്ങൾ, കർത്താവേ സ്തോത്രം, കർത്താവേ സ്തോത്രം, നിങ്ങൾ ഭയങ്കരമായിട്ട് പ്രവർത്തിക്കുന്നവരാണ് എന്ന് വെച്ചാൽ, ഞങ്ങളൊരു ദിവസം ഞങ്ങൾക്ക് കൺവെൻഷൻ നടത്തണം. ഞങ്ങൾ തൊടുപുഴ പട്ടണത്തിലാണ് നിൽക്കുന്നത്. തൊടുപുഴ പട്ടണത്തിൽ നിൽക്കുന്നിട്ട് ഇവിടെ കൺവെൻഷൻ നടത്താൻ വേണ്ടി ഒരു ഗ്രൗണ്ട്, ഞാനായിരുന്ന മുനിസിപ്പൽ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ ഒരു ഗ്രൗണ്ട് റെഡി ആയിട്ടുണ്ട്. ആ ഗ്രൗണ്ട് കൊടുക്കാറായോ എന്നറിയാൻ വേണ്ടി ഞാൻ എൻ്റെ കീഴ് ഉദ്യോഗസ്ഥനോട് വിളിച്ചു ചോദിച്ചു. അദ്ദേഹത്തിന്റെ പേര് നസീർ എന്നാണ്. ഞങ്ങളുടെ AITC ചർച്ച് ഇട്ടിരിക്കുന്നത് മുസ്ലിം സെൻട്രലിലാണ്. ആ നസീറിനോട് ചോദിച്ചപ്പോൾ നസീർ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ തീവ്രവാദികളല്ലേ എന്ന്. നമ്മൾ തീവ്രവാദികൾ തന്നെയാണ്. ഞാൻ പറഞ്ഞു, ആ ഗ്രൗണ്ട് കൊടുക്കാറായോ? അപ്പോൾ പറഞ്ഞു, അതിന് മറുപടിയല്ല തന്നത്. പകരം ആ നസീർ എൻ്റെ സഹോദരൻ തന്നെയാണ്. അവൻ പറയുകയാണ്, എന്ത്, ഞങ്ങളുടെ നയനാർ പള്ളിയുടെ ഗ്രൗണ്ട് നിങ്ങൾക്ക് കൺവെൻഷന് വേണ്ടി തരാം, നിങ്ങൾ തീവ്രവാദികളല്ലേ? ചോദിച്ച കാര്യം മനസ്സിലായല്ലോ. ഇടുക്കി ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചർച്ചാണ് നയനാരി പള്ളി. ആ പള്ളിയുടെ ഗ്രൗണ്ട് പെന്തക്കോസ്തുകാർക്ക് കൺവെൻഷനായിട്ട് തരാമെന്നാണ് പ്രിയമുള്ള നസീർ പറഞ്ഞത്.
ഞാൻ എടുത്ത വായിലെ ചോദിച്ചു, അടുത്ത ആരെങ്കിലും ഉണ്ടോ? നസീർ എവിടെയാണ് ഇരിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, ഞാൻ ഈ ചർച്ചിന്റെ മതിലേലാണ് ഇരിക്കുന്നത്. ഒരു കാര്യം ചെയ്യൂ, ആ ഫോണിൽ അത് സ്പീക്കർ ഫോണിൽ ഇടുക. എന്നിട്ട് ഞാൻ പറഞ്ഞു, യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ പറയുന്നു, നിങ്ങളുടെ പള്ളിയുടെ ഗ്രൗണ്ട് പെന്തക്കോസ്തുകാർക്ക് കൺവെൻഷനായിട്ട് കൊടുക്കേണ്ടി വരും. അടുത്തുള്ളവർക്ക് കേൾക്കട്ടെ. അപ്പുറേ സൈഡിൽ അനക്കമില്ല. പറഞ്ഞത് എന്താണ്? നിങ്ങൾ തീവ്രവാദികളല്ലേ? തീവ്രവാദികൾ ഇങ്ങനെ തന്നെയാണ് നിൽക്കേണ്ടത്. നാം സാക്ഷ്യമുള്ളവരായിട്ട് തന്നെ നിൽക്കണം. എവിടെയായിരുന്നാലും ആ പഴയതങ്ങോട്ട് കളയണം. പഴയ തുരുത്തിയും പഴം തുണിയും കളഞ്ഞിട്ട് പുതിയ സൃഷ്ടിയായി തന്നെ നിൽക്കണം. എനിക്കൊരു ജഡത്തിൽ സുമുഖം കാണിക്കുന്ന ആ പഴയത് വിട്ടുകളയാത്ത ഒരു വ്യക്തിയെ കുറിച്ച് പറയട്ടെ. എനിക്ക് പരിചയമുള്ള ഒരു സഹോദരിയുണ്ട്. ആ സഹോദരി ഒരു ന്യൂസ് റീഡറാണ്. ന്യൂസ് റീഡർ, നിങ്ങൾക്കറിയാമല്ലോ, ഒരു ന്യൂസ് വായിക്കണമെങ്കിൽ അവർ എപ്രകാരം ലോകപ്രകാരം നിന്നാലേ ജനങ്ങൾ അവരെ ശ്രദ്ധിക്കുകയുള്ളൂ എന്ന്. ലോകപ്രകാരം ശ്രദ്ധിക്കപ്പെടുവാൻ വേണ്ടി അവർ നിൽക്കുകയാണ്. ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അവരിലെ പഴയതൊന്നും കളഞ്ഞിട്ടില്ല. പോകുമോ? കർത്താവിന്റെ വരവെങ്കിൽ അവർക്ക് പോകാൻ പറ്റുമോ? വിശുദ്ധിയോടുകൂടി പോകാൻ പറ്റുമോ? ഇന്ന് പലരും പറയുന്നു സ്വർണം ഉപയോഗിക്കാം. പലയിടത്തും കേൾക്കാറുണ്ട് സ്വർണം ഉപയോഗിക്കാം. റെവലേഷൻ 21 നോക്കിയാൽ സ്വർഗസിംഹാസനം തീർത്തിരിക്കുന്നത് എത്ര രത്നങ്ങളാലും എത്ര മുത്തുകളാലുമാണെന്നുള്ളത് വ്യക്തമായിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നു. സ്വർഗസിംഹാസനം. ആ കാഴ്ചപ്പാടില്ലാത്തവർക്കല്ലേ ഈ അലിഞ്ഞു പോകുന്ന മലമായി തോന്നുന്ന ഈ സ്വർണം ധരിച്ചുകൊണ്ട് നടക്കണമെന്നുള്ള ചിന്തയും ഉപദേശവും വരുന്നത്. സ്വർഗത്തെ കുറിച്ച് പറയുന്ന എന്താ? എത്ര എത്ര ശ്രേഷ്ഠം സ്വർഗസിയോൻ, എത്ര എത്ര ശ്രേഷ്ഠം. അത്രയും ശ്രേഷ്ഠമായത് മറ്റൊന്നും ഇന്നില്ല. ഈ സ്വർണം ഉപയോഗിക്കുന്നവരെ കുറിച്ച് എനിക്ക് പറയുവാനുള്ളത്, ഉറുമ്പ് എടുത്തുകൊണ്ട് നടക്കുന്നത് കണ്ടിട്ടുണ്ടോ? എന്തിനെയാണ് ഉറുമ്പ് കൊണ്ടുപോകുന്നത്? അവരൊരുമിച്ച് എടുത്തുകൊണ്ട് പോകും. ഉറുമ്പിനെ കുറിച്ച് നോക്കിയാൽ ഒരു സംഗതി അറിയാം. അവർ കൊണ്ടുപോകുന്നത് ചത്തതിനെ വലിച്ചു കൊണ്ടുപോവുകയാണ്. ചത്തതിനെ, ആ പഴയതിനെ, ആ കൊള്ളരുതാത്തതിനെ അവർ വലിച്ചു കൊണ്ടുപോവുകയാണ് ഉറുമ്പ് ചെയ്യുന്നത്. അതാണോ നമുക്ക് വേണ്ടത്? നമ്മൊരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകും. പഴയതെല്ലാം കഴിഞ്ഞു പോകും. പാസ്റ്റ് വേ എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈയിടെ ഒരു സഹോദരി ചോദിക്കാനിടയായി, നായർ ചെറുക്കനുണ്ടോ? എന്തിനാണ്? മകളെ കെട്ടിക്കാൻ. അതായത് നായർ സമുദായത്തിൽ നിന്നും രക്ഷിക്കപ്പെട്ടു വന്ന പയ്യനുണ്ടോ എന്നാണ് ആ ചോദ്യത്തിന്റെ അർത്ഥം. അവർ ചത്തിട്ടുണ്ടോ? അവർ പാസ്റ്റ് അവേ ആണോ? പഴയ തുണി കളഞ്ഞോ? പഴയ തുരുത്തി അവർ കളഞ്ഞോ? എന്താ പറഞ്ഞിരിക്കുന്ന വചനം? സർവ ഭാഷയിൽ നിന്നും വംശത്തിൽ നിന്നും ഗോത്രത്തിൽ നിന്നും കർത്താവ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അവിടെയാണ് അവർ ഇത് ചോദിച്ചുകൊണ്ട് നിൽക്കുന്നത്. മനസ്സിലായോ? പഴയ തുരുത്തി. ഇന്നും അവർ പഴയ തുരുത്തിയായിട്ട് നിൽക്കുകയാണ്. പഴയ തുരുത്തി. ഒരു മീറ്റിങ്ങിന് പോയിട്ട് വന്നപ്പോൾ, ഇവിടെയല്ല, കർത്താവ് പറഞ്ഞിരിക്കുന്നത് യെരൂശലേമിലും യഹൂദിയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം നിങ്ങൾ പോകുവാനാണ് പറഞ്ഞിരിക്കുന്നത്. മത്തായി 28:18-19 പറഞ്ഞിരിക്കുന്ന ഗ്രേറ്റ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ചിലർക്ക് യെരൂശലേമില്ല, ശമരിയില്ല, യഹൂദിയില്ല, പിന്നെ ഭൂമിയുടെ അറ്റത്തോളമാണ് ഉള്ളത്. ഭൂമിയുടെ അറ്റത്തോളം പോയിട്ട് ഒരു ഗ്രൂപ്പ് തിരികെ വരികയാണ്. തിരികെ വന്നപ്പോൾ അതിൻ്റെ ലീഡർ ആ ട്രെയിനിൽ ഇരുന്നു കൊണ്ട് കൂടെ ഇരിക്കുന്നവരെ എല്ലാം വിളിക്കുക, എടി പിശാചെ, എടി പിശാചെ. കേരളത്തിൽ എത്തുന്നത് വരെയും വിളിച്ചു, പിശാചെ പിശാചെ. ഏതാത്മാവാണ്? ഏത് പഴന്തുണിയാണ്?
ഏത് തുരുത്തിയാണ് അവരുടെ കയ്യിലിരിക്കുന്നത്. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി. അതിനവർക്ക് സാധിക്കുന്നില്ല. ഈയിടെ ഒരു ഫേസ്ബുക്കിൽ നോക്കിയപ്പോൾ ഒരു വർഷിപ്പ് ലീഡർ നിൽക്കുകയാണ് ഒരു കത്തനാരുടെ കൂടത്തിൽ, അതായത് ഒരു അച്ഛൻ്റെ കൂടത്തിൽ, ഒരു പുരോഹിതന്റെ കൂടത്തിൽ നിന്നുകൊണ്ട് ആ അച്ഛൻ്റെ മീറ്റിങ്ങിൽ പോയി പാടിയിട്ടാണ് ഈ വർഷിപ്പ് ലീഡർ നിൽക്കുന്നത്. വർഷിപ്പ് ലീഡർ നിന്ന് അത് ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുകയാണ്. ജാതികളിൽ നിന്നും വേർപെട്ടിരിപ്പിൻ, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും, ഞാൻ നിങ്ങൾക്ക് പിതാവും ദൈവവുമായിരിക്കുന്നു കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നു. പക്ഷേ ഇവരത് ഈ വർഷിപ്പ് ലീഡർ തിരിച്ചു വെച്ചിരിക്കുകയാണ്. വേറൊരു വർഷിപ്പ് ലീഡറെ എനിക്കറിയാം. നേര് പറയുകയാണ്, അച്ഛന്മാർക്ക് പള്ളിയിൽ പോയി പാടിയാൽ ധാരാളം പണം കിട്ടും, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിന് മൂല കാരണം. പാടുണ്ടോ? പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നു, ഉണ്ണാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വെപ്പേൻ. എന്നിട്ടോ ഈ ഗായക പ്രമാണി വന്നിരിക്കുന്നിടത്തൊക്കെ അതിൻ്റെ വ്യാപാര ശക്തിയല്ലേ ഉള്ളത്? ആ വ്യാപാര ശക്തിയിലല്ലേ നിൽക്കുന്നത്? നീ വെള്ളത്തിൽ ചെല്ലുമ്പോൾ മീനായിട്ടും മനഞ്ഞിലായിട്ടും കരയിൽ വരുമ്പോൾ പാമ്പായിട്ടുമുള്ള നിന്റെ ജീവിതം, ആ പഴംതുണി, ആ പഴയ തുരുത്തി മാറ്റാതെ നിനക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റുമോ? നിനക്ക് വളരെയേറെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നോക്കുമ്പോൾ വിശുദ്ധ സഭ വിട്ടുകളയേണ്ടത് പലതും വിട്ടുകളയാതെ നിൽക്കുകയാണ്. എന്താണ് അവിടെ വ്യാപരിക്കുന്നത്? ചത്ത ഈച്ച തൈലക്കാരന്റെ തൈലം നാറുമാറാക്കുകയാണ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് സഭാപ്രസംഗി 10:1 പറഞ്ഞിരിക്കുന്നു. സഭാപ്രസംഗി 10:1 പറഞ്ഞിരിക്കുകയാണ്, തൈലക്കാരന്റെ തൈലം നാറുമാറാക്കുന്നത് ഈ ചത്ത ഈച്ചയാണ്. ചത്ത ഈച്ച തൈലക്കാരന്റെ തൈലം നാറുമാറാക്കുന്നു. ഇന്ന് വിശുദ്ധ സഭ നാറുമാറാക്കുന്നതിലൊരു പ്രധാന ഘടകം ചില ഗായകർക്കുണ്ട്. അവർക്കത് മാത്രം മതി, പരിശുദ്ധാത്മാവില്ല. ഒരു ഓൺലൈൻ പ്രയറിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ പാടി ആരാധിച്ച ശേഷം, ആ ആരാധനയ്ക്ക് ശേഷം ആരാധനയോടനുബന്ധമായി ദൈവദാസന്മാര് അന്യഭാഷയിൽ ആരാധിച്ചപ്പോൾ ഒരു ദൈവദാസൻ ഓടിക്കൊണ്ടുവന്ന് മൈക്ക് അവിടെ വെച്ചിട്ട് പുള്ളി അവിടെ നിന്ന് മാറിക്കളഞ്ഞു. ഏതാണ് ഈ ചത്ത ഈച്ച? ഈ ചത്ത ഈച്ചയല്ലേ അവിടെ നാറുമാറാക്കുന്നത്? തൈലക്കാരന്റെ തൈലം വിശേഷമാണ്. അതിന്റെ നിർമ്മിതി വളരെ വിശേഷമാണ്, വളരെ ശ്രേഷ്ഠമാണ്. ആ തൈലം ഒഴിച്ചാലേ പരിശുദ്ധാത്മാവിനെ കിട്ടുകയുള്ളൂ, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ പറ്റുകയുള്ളൂ. ആ തൈലം നശിപ്പിക്കുന്ന, ആ തൈലക്കാരന്റെ തൈലം നശിപ്പിക്കുന്ന ഈ ചത്ത ഈച്ചയെ തിരിച്ചറിയണം. വിശുദ്ധ സഭ തിരിച്ചറിയണം. വെള്ളത്തിൽ ചെല്ലുമ്പോൾ മനഞ്ഞില്, കരയിൽ വരുമ്പോൾ പാമ്പ്, ദൈവസഭയിൽ ചെല്ലുമ്പോൾ ദൈവ പൈതൽ, കത്തോലിക്കന്റെ കൂടത്തിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ CSE-കാരന്റെ കൂടത്തിൽ ചെല്ലുമ്പോൾ, വിട്ടുപോകുന്ന സഭയിൽ ചെല്ലുമ്പോൾ, വിട്ടുപോകുന്ന കൂട്ടായ്മയിൽ ചെല്ലുമ്പോൾ അവിടെ ശ്രേഷ്ഠം. ആ ദൈവദാസൻ പറയുകയാണ്, ഇതുപോലെ ഒരു സംഗീത പ്രമാണി പറയുകയാണ്, അയ്യോ അവർ ധാരാളം പണം തരും, അവരെത്ര നല്ല മനുഷ്യരാണ്, എത്ര നല്ല കൂട്ടായ്മയാണ് അവർക്ക്, എത്ര നല്ല. ഏതാണ് ഈ കൂട്ടായ്മ? കറൻസി. ഈ 500 അവരുടെ കൂട്ടായ്മ. ആ കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണ് ഈ വാക്കുകൾ പറയുന്നത്. ആ പറഞ്ഞ സംഗീത പ്രമാണി ഇന്ന് ഒരു സഭയുടെ ഇടയനായിട്ട് ശുശ്രൂഷ ചെയ്യുകയാണ്. ആ സഭയിലെ ആ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ജനങ്ങളുടെ കഷ്ടകാലം അല്ലാതെ എന്തോ പറയാനാണ്. അങ്ങനെ തൈലക്കാരൻ്റെ തൈലത്തെ നശിപ്പിക്കുന്ന ചത്ത ഈച്ച,
ആ പഴം തുണി ഇന്നുമുണ്ട്. പല സഹോദരിമാരും ശുശ്രൂഷയ്ക്കായിട്ട് ഇറങ്ങി പോകാറുണ്ട്. എനിക്ക് വളരെയേറെ പരിചയമുണ്ട്, പലരുണ്ട്. എന്താ പോകുന്നു, കർത്താവ് ഈ രണ്ട് പേരെ അയച്ചപ്പോൾ ഇവർ പോകുന്നു, ഒറ്റയ്ക്ക് പോവുകയാണ്. എവിടേക്കാണ് പോകുന്നത്? ശുശ്രൂഷയ്ക്ക്. എന്തോ ശുശ്രൂഷ? ഭർത്താവ് കൂടത്തിലില്ല, മക്കള് കൂടത്തിലില്ല. ഇത് രണ്ടുമല്ലെങ്കിൽ സഭയിലെ ഒരു സഹോദരിയെ കൂടത്തിലില്ല. കർത്താവ് ഈ രണ്ടിനെ അയച്ചപ്പോൾ ഇവർ തന്നെ ഇറങ്ങി അങ്ങോട്ട് പോവുകയാണ് ശുശ്രൂഷയ്ക്ക്. ഞാൻ ഒരു സഭയിൽ നിന്നുകൊണ്ടിരുന്നപ്പോൾ അവിടുത്തെ ദൈവദാസൻ ആരാധന ആരംഭിക്കാൻ സമയമായിട്ടും ആരംഭിച്ചില്ല. എന്താണ് ഇത് വിഷയം എന്ന് ചിന്തിച്ച് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒരു സഹോദരി എത്തിയിട്ടില്ല. ആ സഹോദരി എത്താൻ വേണ്ടിയാണ് ഈ ദൈവദാസൻ നോക്കിയിരുന്നത്. സഹോദരി എത്തി, ആരാധന ആരംഭിച്ചു. ഇവരാരാണ്? ഇതൊന്ന് മനസ്സിലാക്കണമല്ലോ. അങ്ങനെ ചിന്തിച്ച് കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവരെ കുറിച്ച് വ്യക്തമായ അഡ്രസ് ലഭിച്ചു. അവർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ക്രിസ്തുവിനോടുകൂടെ ചേർന്നു എന്ന് പറയുന്നു. പക്ഷേ അവരുടെ ഭർത്താവ് ഇപ്പോഴും ഹൈന്ദവനായിട്ട് നിൽക്കുകയാണ്. വർഷങ്ങളായി. വചനം എന്താണ് പറയുന്നത്? ഭാര്യയുടെ നല്ല നടപ്പ് കണ്ട് ചേർന്ന് വരണം. അപ്പൊ ഇവരുടെ നടപ്പ് എന്താണ്? ഇവരും പോവുകയാണ്, ശുശ്രൂഷയാണ്. കാടും മേടും താണ്ടി അങ്ങോട്ട് പോവുകയാണ്, ശുശ്രൂഷയാണ്. എന്താണ് ശുശ്രൂഷ? ഏതാണ് ശുശ്രൂഷ? പാരിശുദ്ധാത്മാവില്ലാത്ത, കുടുംബജീവിതത്തെ വീണ്ടും വണ്ണം നയിക്കാത്ത, കുടുംബത്തിലെ മക്കളെ വീണ്ടും വണ്ണം ഭരിക്കാത്ത. ഭർത്താവ് വചനം എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദുർനടപ്പിന്റെ ശ്രുതി കേൾക്കുക പോലും അരുത്. ഞാൻ ആദ്യം പറഞ്ഞ ആ ദൈവദാസൻ ഒരു ഡിസ്ട്രിക്ട് പാസ്റ്ററായിട്ട് നിന്നാൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? മക്കളെ ചൊവ്വെ നേരെ വളർത്താത്തവർ ഡിസ്ട്രിക്ട് പാസ്റ്ററല്ല, സെൻട്രൽ പാസ്റ്ററല്ല, ക്രിസ്തുവിനോട് കൂടെ നടന്നു എന്ന് പറഞ്ഞാലും പറയും, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. വചനം വിട്ട് കളയരുത്. ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. ഈ പഴം തുണി കളയണം, ഈ പഴയ തുരുത്തി കളയണം. ഇല്ലെങ്കിൽ ചീന്തൽ ഏറ്റവും വലിയതാവും, രണ്ടും നശിച്ചു പോകും. ഇങ്ങനെ ജീവിച്ചാൽ ഈ പഴന്തുണിയും ഈ തുരുത്തിയും പഴയ തുരുത്തിയും മാറ്റിയിട്ട് പുതിയ വീഞ്ഞോടുകൂടി ജീവിച്ചാൽ എന്താണ് പ്രയോജനം എന്ന് ചിന്തിച്ചേക്കാം. നമുക്കൊരു ഭാഗത്തിലേക്ക് കടന്നു പോകാം. സംഖ്യാ പുസ്തകം അതിൻ്റെ 32-ാം അധ്യായം 11-ാം വാക്യം. സംഖ്യാ പുസ്തകം 32-ാം അധ്യായം അതിൻ്റെ 11 മുതൽ. കെനിസ്യനായ യെഫുന്നയുടെ മകൻ കാലേബും നൂന്റെ മകൻ യോശുവയും യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട് അവരല്ലാതെ മിസ്രൈമിൽ നിന്ന് പോന്നവരിൽ 20 വയസ്സ് മുതൽ മേലോട്ടുള്ള ഒരുത്തനും ഞാൻ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തെ കാണുകയില്ല. അവർ എന്നോട് പൂർണ്ണമായി പറ്റി നിൽക്കായിക കൊണ്ട് തന്നെ. കേൾക്കണേ, ഈ വചനം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവിടെ പ്രവേശിച്ചവർ ആരൊക്കെയാണ്? കാലേബും യോശുവയും. 20 വയസ്സിൽ താഴെയുള്ളവരും. ആ കാലേബിന്റെയും യോശുവയുടെയും കാര്യം പറയുമ്പോൾ അവരുടെ പിതാക്കന്മാരുടെ കാര്യങ്ങളും പറയുന്നു. വംശാവലിയോട് കൂടിയാണ് ഈ വചനം പറഞ്ഞിരിക്കുന്നത്. അവർ മാത്രമേ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്ത ദേശത്ത് പ്രവേശിച്ചു. കാരണം എന്താ? പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട്. പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട്, യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട്. യഹോവയോട് പൂർണ്ണമായി പറ്റി നിൽക്കണമെങ്കിൽ നിന്നിലെ പഴയത്, എന്നിലെ പഴയത്, എന്നിലെ പഴയതെല്ലാം മാറ്റണം. ഞാൻ
പറഞ്ഞു, ഞാനൊരു ജുവലറി ആയിരുന്നു, ഞാനൊരു കല്യാൺ സിൽക്സ് ആയിരുന്നു, എനിക്ക് ദേഷ്യമുള്ളവളായിരുന്നു, കോപിഷ്ട സ്വഭാവമുള്ളവളായിരുന്നു. അതെല്ലാം മാറ്റുവാൻ ഒറ്റയടിക്ക് സാധിച്ചിട്ടില്ല. പലപ്പോഴായിട്ട് വചനങ്ങൾ കേട്ട് 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 അനുസരിച്ച് ഒരു ചെറു ജീവിയായി തീരുവാൻ ആ പാസ്റ്റവേ ആണെങ്കിൽ പൂർണ്ണമായി പറ്റി നിന്നത് കൊണ്ട് മാത്രമാണ്. പൂർണ്ണമായി പറ്റി നിൽക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിലെ കോപം, ക്രോധം, പക, ഈർഷ്യ, ദ്വന്ദ്വപക്ഷം, ഭിന്നത, ആഭിചാരം, ജാരശങ്ക തുടങ്ങിയ സകല പഴയ വസ്തുക്കളും തുടങ്ങിയ പഴയ പലയതും മാറ്റിക്കളയണം. അല്ലെങ്കിൽ ചീന്തൽ ഏറ്റവും വലിയതാകും. അവർ പൂർണ്ണമായി പറ്റി നിന്നത് കൊണ്ട് അവർ പ്രവേശിച്ചു. പിന്നെ പറഞ്ഞിരിക്കുന്നു, അവരല്ലാതെ മിസ്രൈമിൽ നിന്ന് പോന്നവരിൽ 20 വയസ്സ് മുതൽ മേലോട്ടുള്ള ഒരുത്തനും, വായിക്കണം, മേലോട്ടുള്ള ഒരുത്തനും ഞാൻ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തെ കാണുകയില്ല. എന്താ കാരണം? അവർ എന്നോട് പൂർണ്ണമായി പറ്റി നിൽക്കായിക കൊണ്ട് തന്നെ. പൂർണ്ണമായി പറ്റി നിന്നാലേ ക്രിസ്തുവിന്റെ വരവിങ്കൽ ക്രിസ്തുവിനോട് കൂടെ പോകുവാൻ സാധിക്കുകയുള്ളൂ. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ വരുമ്പോൾ പൂർണ്ണമായിട്ട് പറ്റി നിന്നവരെ മാത്രമേ, യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നവരെ മാത്രമേ യേശു കർത്താവ് തിരിച്ചറിയുകയുള്ളൂ. അവൻ പരിശുദ്ധാത്മാവുള്ളവനായിരിക്കും. അവൻ പഴയതെല്ലാം വിട്ട് കളഞ്ഞവനായിരിക്കും. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി. ആ പഴയത് കൊണ്ട് നടന്നാൽ ഈ പറഞ്ഞ വളരെയേറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വളരെയേറെ പഴക്കങ്ങളുണ്ട്. അതെല്ലാം വിട്ട് കളഞ്ഞു പൂർണ്ണമായി ക്രിസ്തുവിനോട് പറ്റി നിന്നാൽ മാത്രമേ വാഗ്ദത്ത ദേശത്ത്, സ്വർഗീയ ദേശത്ത്, സ്വർഗീയ സിംഹാസനത്തിൽ, സ്വർഗീയ യെരൂശലേമിൽ, മഹാനഗരത്തിൽ, ദൈവത്തിന്റെ മഹാനഗരത്തിൽ ചെല്ലുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ആ ഇഷ്ടമുണ്ട് എങ്കിൽ, ചെല്ലണം എന്നുള്ള അദമ്യമായ ആഗ്രഹമുണ്ട് എങ്കിൽ മാത്രമേ നമുക്കിവിടെ ചെല്ലുവാൻ സാധിക്കുകയുള്ളൂ. അത് ചെല്ലണമെന്നുണ്ടെങ്കിൽ ഈ വചനത്തിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെയും അനുസരിക്കണം. ഒരു സാക്ഷ്യം കൂടെ പറയട്ടെ. ഏതാണ്ട് അല്പമാസങ്ങൾക്ക് മുമ്പിലായിട്ട് ഞങ്ങൾ മല്ലപ്പള്ളിയുടെ ഒരു ദേശത്ത് ഒരു ഭവനത്തിൽ പ്രാർത്ഥനയ്ക്കായിട്ട് ചെന്നു. അവിടെ ചെന്നപ്പോൾ ആ ഭവനത്തിൽ മാതാവും പിതാവും ഉയർന്ന 2 ഉദ്യോഗസ്ഥരായിരുന്നു. അവർ റിട്ടയർഡായി ജീവിക്കുകയാണ്. അദ്ദേഹം ഭയങ്കരമായിട്ട് രോഗത്തിൻ്റെ അവസ്ഥയിലായിരുന്നു. വളരെ രോഗത്തിൻ്റെ അവസ്ഥയിലായിരുന്നു വർഷങ്ങളായിട്ട്. ആ അവസ്ഥയിൽ ഇരുന്ന അദ്ദേഹം ആ കുടുംബത്തിൽ പ്രാർത്ഥന വെച്ചു. പ്രാർത്ഥനയായിരുന്നു. ഞങ്ങൾക്കും പോയി സംബന്ധിക്കാനൊത്തു. ഞാൻ പറഞ്ഞു വരുന്നത്, അത് കഴിഞ്ഞ് 2ാം പ്രാവശ്യം ചെന്നപ്പോൾ ഞങ്ങൾ വളരെ ആരോഗ്യത്തോടുകൂടി അദ്ദേഹം ഇരുന്നപ്പോൾ വളരെയേറെ സന്തോഷം തോന്നി. അങ്ങനെ ഇരുന്ന് അവര് ഏത് വിധത്തിലും ലോകപ്രകാരം എങ്ങനെ വേണമെങ്കിലും ജീവിക്കാവുന്നവരാണ്. അതെല്ലാം വിട്ടിട്ട് അവര് ശാന്തരായിട്ട്, വളരെ വളരെ ശാന്തരായിട്ട് ജീവിക്കുമ്പോൾ ഞങ്ങൾ ഇരിക്കുന്ന ഒരു ദിവസം കൂടി പ്രാർത്ഥനയ്ക്ക് ചെന്ന് പ്രാർത്ഥിച്ച് ആരാധന കഴിഞ്ഞിട്ട് അദ്ദേഹം വീണ്ടും ആ പാട്ട് തുടങ്ങുകയാണ്. അദ്ദേഹം ഒരു ഭക്തനാണ്. ആ ഭക്തനായ മനുഷ്യൻ പറയുകയാണ്, എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായ സുഖം വിട്ടാൽ മതി, എനിക്കെന്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായ സുഖം വിട്ടാൽ മതി. അദ്ദേഹത്തിന്റെ ആ രോഗം, അയാൾ അനുഭവിച്ച പ്രയാസം,
അത്രത്തോളം കൊണ്ടുവന്നിട്ട് ക്രിസ്തുവിനോട് പൂർണ്ണമായി പറ്റി നിൽക്കാൻ തീരുമാനമെടുത്തതായിട്ട് ആ പ്രാർത്ഥനാ സമയത്ത് എനിക്ക് വിവേചിക്കുവാൻ സാധിച്ചു. വേറെ ഒന്നിനെ കുറിച്ചും ചിന്തിക്കാതെ ക്രിസ്തുവിനെ കാണണം, ക്രിസ്തുവിനാകണം, പൂർണ്ണമായിട്ട് പറ്റി നിൽക്കണം എന്നുള്ള അദമ്യമായിട്ട് ആ ആഗ്രഹം എനിക്ക് മനസ്സിലാവുവാൻ സാധിച്ചു. എന്താണ് ആ പാട്ട്? ആ ഭക്തൻ പാടുകയാണ്, എനിക്കെൻ്റെ യേശുവിനെ കണ്ടാൽ മതി, ഇഹത്തിലെ മായ സുഖം വിട്ടാൽ മതി, പരൻ ശില്പിയായി പണിത നഗരമതിൽ പരനോടു കൂടെ വാഴാൻ പോയാൽ മതി. അവിടെ കർത്താവ് ശില്പിയായിട്ട് ആ വീട് പണിതുകൊണ്ടിരിക്കുകയാണ്. അതിലെല്ലാവിധ രത്നങ്ങളുമുള്ള വീടുകളാണ്. പല 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 എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു എന്ന് പറഞ്ഞ വചനം. അതിനുവേണ്ടി ഈ ലോകത്തിലെ സകലതും വിട്ടിട്ട് ജീവിക്കണം. നാം ഒരുങ്ങിയാൽ മാത്രമേ, അവരോട് പൂർണ്ണമായിട്ട് പറ്റി നിന്നാൽ മാത്രമേ നമുക്ക് പോകുവാൻ സാധിക്കുകയുള്ളൂ. ഒരു വിശുദ്ധന് പോകുവാൻ സാധിക്കുകയുള്ളൂ. ഈ ദൈവസഭയിൽ ഒരു സാക്ഷ്യം കൂടെ പറയട്ടെ. ഈ ദൈവസഭയിൽ വളരെ ദൂരെ നിന്നും ഒരു ദൈവദാസൻ പ്രാർത്ഥനയ്ക്കായിട്ട് കയറി വന്നു. ഭർത്താവുമുണ്ട്, ഭാര്യയും കടന്നു വന്ന് പ്രാർത്ഥനാ വിഷയം അവർക്ക് 3 കോടിയോ 13 കോടിയോ 113 കോടിയോ ഏതോ ഒരു കോടീശ്വരൻ, കോടികൾ കിട്ടാനുള്ള കോടീശ്വരൻ ഇവിടെ കയറി വന്ന് പ്രാർത്ഥനയ്ക്കിരുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ പണം അവർക്ക് ലഭിക്കുവാൻ തടസ്സം മാറുവാനാണ് പറഞ്ഞത്. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, 7 ബില്ലുകൾ ഉടൻ റെഡിയാകുന്നു, അത് അവിടെ റെഡിയാകുന്നു, 7 ബില്ലുകൾ പാസ്സായി വരുന്നു, കാണുന്നു എന്ന് പറഞ്ഞു. പ്രാർത്ഥന കഴിഞ്ഞു. ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഈ സഭയ്ക്ക് എന്താണ് വേണ്ടത് അവർ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരു കീബോർഡ് കിട്ടിയാൽ കൊണ്ടാണ്. കാരണം ഇവിടുത്തെ ദേവദാസന്റെ ഒരു കീബോർഡിസ്റ്റാണ്, നന്നായിട്ട് പാടുകയും ആരാധിക്കുകയും ചെയ്യുന്ന പാസ്റ്റർ വിൻസെന്റ് മൈക്കിളാണ്. അദ്ദേഹത്തിന് വേണ്ടി എന്ന് പറഞ്ഞതുപോലെ ഞാൻ ഈ സഭയെ കുറിച്ച് പറഞ്ഞു. പക്ഷേ ദൈവസഭ പണിതിരിക്കുന്നത് അപ്പോസ്തലന്റെയും പ്രവാചകന്റെയും അടിസ്ഥാനത്തിന്മേൽ ക്രിസ്തുയേശു മൂലക്കല്ലായി തീർത്തിരിക്കുകയാണ്. ക്രിസ്തുയേശു മൂലക്കല്ല്, അതിന്മേൽ പണിതിട്ടാണ് കെട്ടിടം മുഴുവൻ യുക്തമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിവർക്ക് അറിയത്തില്ല. ഞങ്ങൾ 2 വർഷം പുറകിൽ പറഞ്ഞ സംഭവമാണ്, നടന്നിട്ടില്ല. വേണ്ട, ക്രിസ്തുയേശു പണിതതാണോ ക്രിസ്തുയേശു മുൻപോട്ട് കൊണ്ടുപോകും. ഈ സഭയെ കൊണ്ടുപോകും, ഏതൊരു വ്യക്തിയെയും കൊണ്ടുപോകും. പക്ഷേ വചനപ്രകാരം നാം നിന്നാൽ മാത്രം മതി. അതുകൊണ്ട് നമ്മളിലെ പഴയ തുണി, പഴയ തുരുത്തി, പഴയ സ്വഭാവം വിട്ടിട്ട് പുതിയ തുരുത്തിയും പുതിയ കോടി തുണിക്കണ്ടവും ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയുമായാൽ, യേശു ക്രിസ്തുവിനോട് പൂർണ്ണമായി പറ്റി നിന്നാൽ നമുക്ക് പോകാം. ക്രിസ്തുയേശു നമ്മളെ അനുഗ്രഹിക്കും. ഈ വചനത്താൽ നമ്മെ ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടിയൻ താണിരിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ.